ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ വൻ തർക്കമാണ് കർണാടകയിൽ അരങ്ങേറുന്നത്. മകന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ കെ.എസ്. ഈശ്വരപ്പ ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി.എസ്. യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്രയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി. പ്രഖ്യാപനത്തിൽ ഉറച്ചുനിന്ന ശിവമോഗയിൽ ബി.ജെ.പി. ഇവിടെ ശക്തമായ വിമത ഭീഷണി നേരിടേണ്ടി വരും. നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീതാ ശിവരാജ് കുമാറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്രയെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാക്കുകയും മറ്റൊരു മകൻ രാഘവേന്ദ്രയ്ക്ക് ശിവമോഗയിൽ വീണ്ടും ടിക്കറ്റ് നൽകുകയും ചെയ്തതിനാലാണ് ഈശ്വരപ്പയുടെ ഈ പ്രതിഷേധം. മകൻ കെ.എ. കാന്തേഷിനെ ഹാവേരിയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം തള്ളിയത് യെദ്യൂരപ്പ കാരണമാണെന്നും ഈശ്വരപ്പ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും സീറ്റിനെ ചൊല്ലി വൻ തർക്കമാണ് കർണാടകയിൽ പുകയുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ രണ്ടാമത്തെ പട്ടിക ബി.ജെ.പി. പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. നിതിൻ ഗഡ്കരി ഉൾപ്പെടെ വിവിധ നേതാക്കളുള്ള പട്ടികയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 72 സീറ്റുകളിലേക്കുള്ളവരെയാണ് പ്രഖ്യാപിച്ചത്. ദാദർ നഗർ ഹവേലി, ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ത്രിപുര, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പട്ടികയിൽ കർണാടകയിലെ പ്രതാപ് സിൻഹയ്ക്ക് സീറ്റ് നിഷേധിച്ചു. കർണാൽ മണ്ഡലത്തിൽ മനോഹർലാൽ ഖട്ടർ മത്സരിക്കും. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ ഹാമിർപൂരിൽ മത്സരിക്കും. ജെ.ഡി.എസ്. നേതാവ് മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ മരുമകൻ സി.എൻ. മഞ്ജുനാഥ് ബാംഗ്ലൂർ റൂറലിൽ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിക്കും. ശോഭ കരന്തലജെ ബാംഗ്ലൂർ നോർത്തിൽ നിന്നാണ് മത്സരിക്കുക. പീയൂഷ് ഗോയൽ മുംബൈ നോർത്തിനും കർണാടക മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര ഷിമോഗയിലും തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൌത്തിലും മത്സരിക്കുമെന്നാണ് പട്ടികയിൽ പറയുന്നത്. മൈസൂരു രാജ കുടുംബാംഗം യദുവീര കൃഷ്ണദത്ത ചാമരാജ മൈസൂർ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. തെലങ്കാനയിൽ ബി.ജെ.പി. അംഗത്വമെടുത്ത ബി.ആർ.എസ്. നേതാവ് ഗോതം നാഗേഷ് ആദിലാബാദിൽ മത്സരിക്കുമെന്നും പട്ടികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 195 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് മത്സരിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരുടെ പേരുകളും ഉണ്ട്. 2019 പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 42 സ്ഥാനാർത്ഥികളെങ്കിലും പുതിയ പേരുകൾ ഉപയോഗിച്ച് മാറ്റി നിലവിൽ രാജ്യസഭാംഗങ്ങളായ 7 മന്ത്രിമാരെയെങ്കിലും പാർട്ടി മത്സരിപ്പിച്ചിട്ടുണ്ട്. 195 നേതാക്കളിൽ 51 പേർ ഉത്തർപ്രദേശിൽ നിന്നും, 20 പേർ പശ്ചിമ ബംഗാളിൽ നിന്നും, 5 പേർ ഡൽഹിയിൽ നിന്നുമാണ്. ബി.ജെ.പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ 28 സ്ത്രീകളും 50 വയസ്സിൽ താഴെയുള്ള 47 നേതാക്കളും ഒ.ബി.സി. വിഭാഗത്തിൽ നിന്നുള്ള 57 അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പലരും തൃപ്തരല്ലെന്നും തർക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും വ്യക്തമാക്കുന്നതാണ് കർണാടകയിലെ ഇപ്പോഴത്തെ അവസ്ഥ.